പൗരോഹിത്യം എന്താണ്, പൗരോഹിത്യം എന്തിനാണ് എന്നൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കുറെ കൂടി ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയം സഭ എന്താണ് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ സഭയെ കേവലം ഒരു മാനുഷിക സംവിധാനമായി മാത്രം കാണാൻ ഉള്ള പ്രവണത കൂടുന്നു. സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മനുഷ്യരുടെ കൂട്ടായ്മയാണ്. ഇടവകക്കാരുടേത്, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ മെത്രാന്മാരും അച്ഛന്മാരും എല്ലാവരും കൂടെ കൂടി തീരുമാനങ്ങൾ എടുക്കുന്നു, ഇടവക ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ചിലപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഈ സഭയെന്ന് പറയുന്നത് കേവലം ഒരു മാനുഷിക കൂട്ടായ്മ മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്നതാണ് ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം. നമ്മുടെ പരിശുദ്ധ സൂനഹദോസ് സിനഡിൽ മെത്രാന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ആ മെത്രാന്മാർ പ്രാർത്ഥിച്ച് പരിശുദ്ധാരൂപിയുടെ സഹായത്തോടെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവിടെ കർത്താവ് ഈശോ മിശിഹ സന്നിഹിതനാണ് എന്ന ആ വിശ്വാസം നമ്മളിൽ നിറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ അവർ കുറേ പേര് കൂടി തീരുമാനമെടുത്തു, ഞങ്ങളതനുസരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാവും. സഭ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ തരുന്ന ഏറ്റവും ലളിതമായ ഉത്തരം സഭ ഈശോയുടെ ശരീരമാണ് എന്നുള്ളതാണ്. കൊളോസ്യർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. കർത്താവാണ് ശിരസ്, നമ്മൾ ശരീരമാണ്. ഇതാണ് സഭ. അപ്പോൾ കർത്താവ് ഈശോ മിശിഹ ചരിത്രത്തിൽ വന്നുപോയ ഒരു വ്യക്തി മാത്രമല്ല, ഇന്നും തുടരുകയാണവൻ. എങ്ങനെയാണ് കർത്താവ് തുടരുന്നത്? സഭയിലൂടെ കർത്താവ് തുടരുകയാണ്. സഭയിലൂടെ എങ്ങനെയാണ് കർത്താവ് തുടരുന്നത്? കൂദാശകളിലൂടെയാണ്. ആ കൂദാശകൾ പരികർമ്മം ചെയ്യാനാണ് നമുക്ക് പുരോഹിതരെ വേണ്ടത്. അതുകൊണ്ടാണ് സഭയെ ഈ ലോകത്ത് സന്നിഹിതമാക്കാൻ പൗരോഹിത്യത്തിൻ്റെ ആവശ്യമുണ്ട്. പൗരോഹിത്യമില്ലാത്ത ഇടങ്ങളിൽ, പൗരോഹിത്യ ദൈവവിളികൾ കുറഞ്ഞ ഇടങ്ങളിൽ സഭയും ശോഷിച്ചുപോയി. കാരണം അവിടെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാനാവാതെ ജനം ക്ലേശിക്കുന്നതിൻ്റെ കാരണം ഈശോയെ സന്നിഹിതമാക്കുന്ന കൂദാശകൾ പരികർമ്മം ചെയ്യാൻ അവിടെ ആളില്ലാതെ പോയി. സഭയെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ മൗതിക ശരീരമാണ്. പലതരത്തിലുള്ള ശരീരമുണ്ട്. ഭൗതിക ശരീരമുണ്ട്. കർത്താവിൻ്റെ ഭൗതിക ശരീരം അത് അവിടുത്തെ മരണോദ്ധാനങ്ങളിലൂടെ ആ ഘട്ടം അവസാനിക്കുകയാണ്. എന്നാൽ അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സഹായകനെ നൽകും. സഹായകൻ വരുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ ചെയ്ത ശുശ്രൂഷകളെല്ലാം നിങ്ങളിലൂടെ തുടരുകയാണ്. ഈ 12 അപ്പസ്തോലന്മാരെ വിളിച്ചുകൂട്ടിയാണ് കർത്താവ് പറയുന്നത്, ഞാൻ ചെയ്ത ശുശ്രൂഷകളെല്ലാം നിങ്ങളിലൂടെ തുടരും. പരിശുദ്ധാത്മാവ് കടന്നു വരും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള കർത്താവിൻ്റെ മൗതിക ശരീരമാണ് സഭയെന്ന് പറയുന്നത്. അത് കേവലം ഭൗതിക ശരീരമല്ല, അതുപോലെ ഒരു ധാർമ്മിക ശരീരമല്ല, ഒരു മോറൽ ബോഡി എന്ന് പറയും. നമ്മളെല്ലാവരും കൂടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അതൊരു ധാർമ്മിക കൂട്ടായ്മയാണ്. നമ്മുടെ ഒരു രാജ്യത്ത് ഇന്ത്യക്കാരെല്ലാവരും ഒരേ രാജ്യത്തിൻ്റെ അംഗങ്ങളാണെന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു ധാർമ്മിക കൂട്ടായ്മയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൂല്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടുന്നതാണ്. പക്ഷെ സഭയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രേരണയാൽ ദൈവം വിളിച്ചുകൂട്ടുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ ദൈവിക ഭാവം പലപ്പോഴും നമ്മളങ്ങ് മറന്നു പോവുകയാണ്. സഭയുടെ ദൈവിക ഭാവം, നമ്മുടെയൊക്കെ പൊതുയോഗങ്ങളും പ്രതിനിധി യോഗങ്ങളും ഒക്കെ കൂടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനോട് ഉള്ള തുറവിയോടുകൂടി വേണം ഞാൻ അവിടെ അഭിപ്രായങ്ങൾ പറയാൻ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ നമ്മുടെ യോഗങ്ങളെയെല്ലാം കേവലം മാനുഷിക യോഗങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. അതിൻ്റെ ആത്മീയ ശക്തിയുടെ ദൈവിക ഭാവത്തിൻ്റെ തലം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അങ്ങ് മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെയൊക്കെ വേദപാഠത്തിൻ്റെ ഒത്തിരി നന്മകൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മതബോധനത്തിൻ്റെയും വിശ്വാസ പരിശീലനത്തിൻ്റെയും ഒരു വലിയ കുറവ്
ഈശോ മിശിഹായിൽ അതങ്ങ് അവസാനിച്ചു. ഈശോ മിശിഹ എന്ന വ്യക്തിയിൽ അങ്ങ് അവസാനിച്ചു. ഇന്നും ഈശോയുടെ സാന്നിധ്യം തുടരുന്നത് സഭയിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ കുറേയൊക്കെ പരാജയപ്പെട്ടു പോയി. സഭയിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നും തുടരുകയാണ്. നമ്മളൊന്ന് ഓർക്കണം, ഈ 2023 വർഷത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം ഏതാണ്ട് 2025 വർഷം ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെയൊക്കെ ഇടവകകളിൽ നിന്ന് മിടുമിടുക്കരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കർത്താവിൻ്റെ ആ ശിഷ്യത്വത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിച്ച് ദൈവവിളി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ഈശോ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവെന്ന് പറയുന്നത്. എങ്ങോ മരിച്ചുപോയ ഒരാളെ അനുഗമിക്കാൻ 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ആരെങ്കിലും തയ്യാറാകുമോ? ഒരിക്കലുമില്ല. ഇന്നും അവൻ വിളിക്കുകയാണ്, ഇന്നവൻ ജീവിക്കുകയാണ്. ജീവിക്കുന്ന കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം നമ്മൾ സഭയിലൂടെ നമ്മൾ അനുഭവിക്കുകയാണ്. കർത്താവ് നമ്മളെ ഒരു സഭയായി രൂപീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തതാണ്. നമ്മൾ പലരാണെങ്കിലും മിശിഹായുടെ ഏക ശരീരമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെ നമ്മൾ ഈ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് മാറുമ്പോൾ നമ്മൾ ഓർക്കണം, ഏറ്റവും പരിപൂർണരായ അവയവങ്ങളൊന്നുമല്ല നമ്മളാരും. കുറവുകളുള്ള ഒത്തിരി മനുഷ്യർ നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ട്. കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ കൂട്ടായ്മ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് കർത്താവ് പറയുന്നുണ്ട്, വിജാതീയരും യഹൂദരും ഉണ്ട് അവിടെ. നേരത്തെ വേലയ്ക്ക് വന്നവരും അവസാന മണിക്കൂറിൽ ജോലിക്ക് വന്നവരുമുണ്ട്. എന്നിട്ട് എല്ലാവർക്കും എന്താണ് കിട്ടിയത്? എല്ലാവർക്കും ഒരേ കൂലിയാണ് കിട്ടിയത്. അത് മാനുഷികമായ നീതിയല്ല, ദൈവികമായ നീതിയാണ്. ധൂർത്തപുത്രനുമുണ്ട്, ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠനുമുണ്ട് ഈ മൗതിക ശരീരത്തിൽ. അതുപോലെ ക്ഷണിക്കപ്പെട്ടവരുമുണ്ട്, ക്ഷണിക്കപ്പെടാത്തവരുമുണ്ട്. ക്ഷണിക്കപ്പെട്ടവർ വരാഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെടാത്തവരെല്ലാം വിളിച്ചു കയറ്റി. അതാണ് സഭ എന്ന് പറയുന്ന മിശിഹായുടെ മൗതിക ശരീരം. ലാസറിനെ പോലെയുള്ള യാചകരും ഈ സഭ എന്ന മൗതിക ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സഭയിലൂടെയാണ്, കുറവുകളുള്ള ഈ സഭയിലൂടെ, കുറവുകളുള്ള അംഗങ്ങളുള്ള ഈ സഭയിലൂടെ ശിരസായ ഈശോയുടെ പരിപൂർണതയിൽ നമ്മൾ കർത്താവിൻ്റെ ദൗത്യം തുടരുകയാണ്. കർത്താവിൻ്റെ 3 ദൗത്യങ്ങൾ നമുക്കറിയാം: പഠിപ്പിക്കുക, ഭരിക്കുക, വിശുദ്ധീകരിക്കുക. അതിന്നും സഭ തുടരുകയാണ്. സഭ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സഭ ഇന്നും ഭരിക്കുന്നു. ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൗതികമായ ഒരു ഭരണമല്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, അത് ആത്മീയമായ ഒരു രാജ്യമാണത്. അവിടെ ഭരണം ദൈവികമായ ശക്തി കൊണ്ടാണ്. സ്വർഗത്തിൽ കെട്ടുന്നതെല്ലാം ഭൂമിയിലും കെട്ടപ്പെട്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അധികാരം നൽകുകയാണ് കർത്താവ് ശിഷ്യന്മാർക്ക്. അത് ആരുടെയും മേൽ ഭരിക്കാനുള്ള ഒരു അധികാരമല്ല, മറിച്ച് സാത്താൻ്റെ ശക്തിയെ തകർക്കാനുള്ള അധികാരമാണ്. അതാണ് ഈശോയുടെ ഭരണം. അതുപോലെ കർത്താവ് മൂന്നാമതായിട്ട് കർത്താവ് വിശുദ്ധീകരിക്കുകയാണ്. സഭയിലൂടെ ആ വിശുദ്ധീകരണ പ്രക്രിയ തുടരുന്നു, കൂദാശകളിലൂടെ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പുരോഹിതൻ്റെ സാങ്കത്യമുള്ളത്. നമുക്ക് പുരോഹിതര് വേണം. പൗരോഹിത്യത്തിൻ്റെ ദാനം നമ്മുടെ സഭയ്ക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. കാരണം എന്താ? ഈ വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷ അത് ലോകാവസാനം വരെ, കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം വരെ തുടർന്നു കൊണ്ടുപോകണം. അത് കേവലം ബൈബിള് വായിച്ചാലോ വീട്ടിലിരുന്ന് കുർബാന കണ്ടാലോ കിട്ടുന്ന ഒരു വിശുദ്ധീകരണ പ്രക്രിയയല്ലത്. അത് ഈ സഭാ ശരീരത്തിൻ്റെ, സഭാ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കൂദാശകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ കൃപയാണ് ഈ വിശുദ്ധീകരണത്തിൻ്റെ കൃപ. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം കൂദാശകൾ സ്വീകരിച്ച്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിലൂടെ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടണം. ദൗത്യമുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതൻ്റെ ദൗത്യം വളരെ പ്രത്യേകതയുള്ളതാണ്. പുതിയ നിയമ പൗരോഹിത്യം അവിടെ ബലി അർപ്പിക്കുക മാത്രമല്ല, ബലി വസ്തുവാകുക കൂടിയാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് പുതിയ നിയമത്തിൻ്റെ പൗരോഹിത്യ ദൈവശാസ്ത്രം മുഴുവൻ
നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നല്ല ഇടയനാണ്, ഇടയധർമ്മം അവിടെയുണ്ട്. അജപാലകനാണ് ഒരു വൈദികൻ. ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുന്നു. ഞാൻ ബലിയർപ്പിക്കുന്നവനാണ്. പക്ഷെ ബലിയർപ്പിക്കുന്ന എന്താണ്? സ്വജീവൻ തന്നെയാണ്. പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയിൽ അനുസ്മരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ ബലി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിത ബലിയും കൂടെ ആ കർത്താവിൻ്റെ ബലിയോട് ചേർക്കുമ്പോഴാണ് അത് പൂർത്തിയാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സഭയെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് പൗരോഹിത്യത്തെ സ്നേഹിക്കാൻ സാധിക്കുക. പൗരോഹിത്യം എന്ന് പറയുന്നത് അതൊരു വലിയ ആധിപത്യത്തിൻ്റെ ശുശ്രൂഷയല്ല, അത് ദാസ്യത്തിൻ്റെ ശുശ്രൂഷയാണ്, കാലുകഴുകുന്ന ശുശ്രൂഷയാണ്. ആരെയും ശപിക്കാനോ ആരെയും പള്ളിയിൽ നിന്ന് ഇറക്കി വിടാനോ ആരുടെയെങ്കിലും മേലെ ആധിപത്യത്തോടെ പെരുമാറാനോ ഒന്നും വൈദികർക്ക് അധികാരമില്ല. വൈദികർക്ക് ഒരിക്കലും ആരോടും തിന്മ പറയാനായിട്ട് സാധിക്കുകയില്ല. അനുഗ്രഹിക്കാൻ മാത്രം അധികാരമുള്ളവനാണ് വൈദികൻ. അങ്ങനെ ആ വൈദിക ശുശ്രൂഷ ഏറ്റവും ഫലവത്തായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സഭയെന്ന ദിവ്യരഹസ്യത്തെ നമ്മൾ സ്നേഹിക്കണം, മനസ്സിലാക്കണം.